ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ സീക്രട്ട് ഹെയർ ഓയിൽ പറഞ്ഞു തരട്ടെ. വലിയ സീക്രട്ട് ആയിട്ടൊന്നും ഇല്ല കേട്ടോ. പണ്ട് പോലെ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അതേ രീതിയിലുള്ള കാച്ചെണ്ണ. അപ്പോൾ പണ്ടൊക്കെ എൻ്റെ മുടിയിൽ ഞാൻ ആദ്യമൊക്കെ കാച്ചെണ്ണ വയ്ക്കുന്നത് അമ്മയുടെ ചേച്ചി, അതായത് എൻ്റെ മൂത്തമ്മ തേച്ച് തരുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിക്ക്, അതായത് മൂത്തമ്മയുടെ മോൾക്ക്, ചേച്ചിക്കൊക്കെ നല്ല മുടിയായിരുന്നു, ചേച്ചിയെ കാച്ചെണ്ണ ആയിരുന്നു തേക്കുന്നത്. അങ്ങനെ നമ്മളും കാച്ചെണ്ണ മെയിനായിട്ട് തേക്കാൻ തുടങ്ങിയത്. അപ്പം ഇന്ന് നമ്മുടെ കാച്ചെണ്ണ വെച്ചാൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തുളസിയില, കറ്റാർവാഴ, പനിക്കൂർക്ക, കീഴാർനെല്ലി, കറിവേപ്പില, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഇത് കയ്യൂന്നിയാണ്. അപ്പം കയ്യൂന്നി ഒഴിച്ച് ബാക്കി എല്ലാം വീട്ടിലുണ്ടായിരുന്നു. കയ്യൂന്നി ഞാൻ അപ്പുറത്തെ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് പോയി മേടിച്ചുകൊണ്ടുവന്ന്. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് അല്ലാതെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും ആഡ് ചെയ്യാൻ പറ്റും. നെല്ലിക്ക, കൊച്ചുള്ളി, ഉലുവ, പിന്നെ ഈ പൂവാങ്കുറുന്നില, അതൊക്കെ എടുക്കാൻ കേട്ടോ. അപ്പം പ്രാവശ്യം ഞാൻ അതൊന്നും എടുത്തില്ല, അതൊന്നും കിട്ടിയില്ല. പിന്നെ നമുക്ക് ചെമ്പരത്തിപ്പൂവും ഇലയും മുട്ടൊക്കെ എടുക്കാം. പക്ഷേ അത് ഞാൻ എന്തോ മറന്നുപോയി. സാധാരണ ഞാൻ അത് ഇടുന്നത്, പക്ഷേ മറന്നുപോയി. എന്നിട്ട് ഇതൊക്കെ നമുക്കൊരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ കല്ലിലോ ഇട്ട് നല്ലോണം അരച്ചെടുക്കാം. അരയ്ക്കാൻ വയ്യെങ്കിൽ ചെറുതായിട്ട് ചതച്ചെടുത്താലും മതി. അപ്പം ഞാൻ അരയ്ക്കാൻ നേരത്ത് കുറച്ച് വെള്ളം ചേർത്തായിരുന്നു. വെള്ളത്തിന് പകരം അത്രയും കൂടെ കറ്റാർവാഴ ഇട്ടാലും മതി. എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് എണ്ണ വെച്ചാൽ ഞാൻ ഇവിടെ എടുക്കുന്ന സാധാരണ നമുക്ക് ഈ പാക്കറ്റിൽ കിട്ടുന്ന എണ്ണയാണ്. നമുക്കല്ലാതെ ഈ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ എടുക്കാം. അത് നമുക്ക് ഈ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുന്ന സ്ഥലത്ത് പോയി മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുള്ളൂ. കാരണം വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില, അപ്പം അതനുസരിച്ച് ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നുള്ളൂ. അപ്പോൾ ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അതൊന്ന് ചൂടായി വന്നപ്പോഴേക്ക് അതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു കൂട്ടിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പം ഇട്ട് കൊടുക്കുമ്പോഴേക്ക് ചെറിയ പത കാണും. ഈ പത പറ്റി വരുമ്പോഴാണ് എണ്ണ കറക്റ്റ് പാകമായെന്ന് പറയുന്നത്. അപ്പം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് കൈയൊക്കെ എടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇത് അടുക്കി പിടിക്കാനോ മൂക്കാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പത പറ്റുമ്പം എണ്ണ ഈ രീതി നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ അമ്മയൊക്കെ എണ്ണ കറക്റ്റ് ആയോ എന്ന് അറിയാനായിട്ട് ഈ അരി ഉണ്ടല്ലോ, അരി ഇട്ട് കൊടുക്കുമ്പോൾ ഈ അരി പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഈ വറുക്കുന്ന സാധനങ്ങൾ പൊങ്ങി വരും, നമുക്ക് പൊങ്ങി വരും. അപ്പോഴാണ് എണ്ണ പാകമായെന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ എണ്ണ ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് നോക്കിയത്, അതുകൊണ്ടാണ് വരാൻ ഇച്ചിരി താമസം എടുക്കുന്നത്. അപ്പം ഈ ഒരു എണ്ണ പാകമായി കഴിയുമ്പോൾ നമുക്ക് നല്ല തണുത്തിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കാം, അതായത് അരിച്ചെടുക്കാം. ഈ ഒരു കൂട്ടിനകത്തൊക്കെ ചിലപ്പം എണ്ണ പിടിച്ചിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ലോണം പിഴിഞ്ഞെടുക്കുമ്പം ഞാൻ ഈ ഒരു ഗ്ലാസ് എണ്ണ എടുത്തുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ലൊരു ടിന്നിലല്ല കുപ്പിയിൽ ഒഴിച്ചെടുക്കാം. എന്തൊക്കെയാണെന്നോ പറയുന്നത്. അപ്പം ഞാനിവിടെ എടുത്തത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഡിഷ് വാഷിൻ്റെ കുപ്പി, അതാണ് പെട്ടെന്ന് കിട്ടിയത്. അതാകുമ്പം ഒഴിച്ച് വെക്കാനും എടുക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ. അപ്പം എടുക്കുന്ന കുപ്പിയിലും പാത്രത്തിലൊക്കെ വെള്ളത്തിൻ്റെ നനവ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. കാരണം അല്ലെങ്കിൽ നനവുണ്ടെങ്കിൽ എണ്ണ പെട്ടെന്ന് പന്നലായിപ്പോൾ. എനിക്കറിയാം, മിക്ക ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം, പിന്നെ ഞാൻ ചുമ്മാ പറയുന്നതേ ഉള്ളൂ. അപ്പം ഒഴിച്ച് വെച്ച് കണ്ടിട്ട് ഇത്ര എണ്ണ ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഇത്ര എണ്ണയിലേ എടുത്തുള്ളൂ. എന്നിട്ട് നമുക്ക് നമ്മുടെ ആഴ്ചയിൽ ഞാൻ മുടിയിൽ തേച്ച് കൊടുക്കുന്ന 3 പ്രാവശ്യം, കാരണം ഞാൻ ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ തല നനയ്ക്കുന്നത്. നമുക്ക് തലയിൽ തേച്ച് കൊടുത്തിട്ട് മുടിയുടെ തുമ്പത്തൊക്കെ തേച്ച് കൊടുക്കണേ. അതായത് നമ്മുടെ മുടിയുടെ തുമ്പ പെട്ടെന്ന് ഡ്രൈ ആവാനും സ്പ്ലിറ്റിങ്സ് വീഴാനൊക്കെ സാധ്യത പെട്ടെന്നാണല്ലോ. അപ്പം മുടിയുടെ തുമ്പത്തും തേച്ച് കൊടുക്കണം. ഈ ഒരു കാച്ചെണ്ണയുടെ മണം അടിപൊളിയാണ്. എന്നിട്ട് നമ്മുടെ തലയിൽ തേച്ച് കൊടുത്തിട്ട് ഞാൻ ഒരു 10-20 മിനിറ്റ് വെക്കും. തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴുകി കളയാൻ നേരത്തെ ഷാമ്പു ഉപയോഗിക്കാം, താളി ഉപയോഗിക്കാം, ഏതെങ്കിലും ഹെയർ പാക്ക് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ, അതായത് എണ്ണ കാച്ചാൻ നിങ്ങളുടെ ഇത്ര ഐറ്റംസ് ഇല്ലെങ്കിൽ കയ്യൂന്നി മാത്രം ഇട്ട് എണ്ണ കാച്ചാം. കയ്യൂന്നിയും തുളസിയും മാത്രം ഇട്ട് എണ്ണ കാച്ചുന്നത് നല്ലതാണ്. കറിവേപ്പിലയും കയ്യൂന്നിയും തുളസിയും മാത്രം ഇട്ട് വേണമെങ്കിൽ എണ്ണ കാച്ചാം. നമ്മുടെ കയ്യിലുള്ളത് കറ്റാർവാഴ മാത്രം ഇട്ട് വേണമെങ്കിലും എണ്ണ കാച്ചാം. അപ്പം എണ്ണ കാച്ചുമ്പോൾ നമ്മുടെ ഇതെല്ലാം വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ളത് വെച്ച് എണ്ണ കാച്ചാം. റോസ്മേരി ഓയിലും നമ്മുടെ മുടിക്ക് നല്ല കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.